പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അന്നേ മക്കളെ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസിൽ പങ്കെടുക്കുന്ന മക്കളെ, ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇന്ന് വിമോചനത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായ ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടി നാം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. ഒരു വലിയ ഗുരു പറഞ്ഞതാ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതെന്തിൻ്റെ തന്നെ അടിമത്തമാണെങ്കിലും, ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, തിന്മകളുടെ, തഴക്കദോഷങ്ങളുടെ, ദുർമരണങ്ങളുടെ, പെടുമരണങ്ങളുടെ, നിരന്തരമുള്ള അപകടങ്ങളുടെ, എന്തിൻ്റെ തന്നെ അടിമത്തമാണെങ്കിലും അത് നമ്മളെ തകർത്ത് കളയും. അതുകൊണ്ടാണ് പഴയ ആ ഒരു ഗുരു പറഞ്ഞത്, പാരതന്ത്ര്യം അഭിമാനികൾക്ക് മരണത്തേക്കാൾ ഭയാനകമാണ്. നമ്മൾ വേറെ ഒരു പാട്ട് കുഞ്ഞുനാളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. നമുക്ക് ഒന്നിൻ്റെ കുറവ് തോന്നുന്നുണ്ടാവില്ല. വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്. ഈ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ എല്ലാം സുന്ദരമാണെന്ന് തോന്നും. എന്നാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥതയുണ്ടോ? നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടോ? നമ്മുടെ ജീവിതത്തിന് സമാധാനമുണ്ടോ? നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. ഒരുപാട് ധീരരായ ധീരദേശ അഭിമാനികൾ, രക്തസാക്ഷികൾ, അനേകായിരം പേര് തങ്ങളുടെ കുടുംബം നോക്കിയില്ല, തങ്ങളുടെ വീട് നോക്കിയില്ല, തങ്ങളുടെ ജീവിതം നോക്കിയില്ല. അവര് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ, പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം നേടിത്തരാൻ ജീവൻ ഹോമിച്ച എത്രയോ രക്തസാക്ഷികളുണ്ട്. ആ ധീരദേശ അഭിമാനികൾ സ്വപ്നം കണ്ടത് ഒരു ജനാധിപത്യ മതേതരത്വ മഹത് രാജ്യമാണ്. ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് പുറമേ നിന്ന് വന്ന വെള്ളക്കാരിലല്ല, നേരെ മറിച്ച് നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ മതേതരത്വത്തെ, നമ്മുടെ മഹത് രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി, രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു മതേതരത്തെ, ജനാധിപത്യത്തെ തകർക്കാൻ നോക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ വെറും ഉറങ്ങുകയാണെങ്കിൽ, നമ്മൾ അനക്കമില്ലെങ്കിൽ, ധീരരായ രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടിത്തന്ന ജീവൻ കൊടുത്ത്, അവരുടെ ചങ്ക് കൊടുത്ത്, അവരുടെ രക്തം കൊടുത്ത്, അവരുടെ സകലതും കൊടുത്ത് നേടിയെടുത്ത ആ ഒരു സ്വാതന്ത്ര്യത്തെ നാം ഇന്ന് അനുഭവിക്കുമ്പോൾ, നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും അവിടെ വെല്ലുവിളി നേരിടുമ്പോൾ ഇന്നും നാം അടിമത്തത്തിൽ കഴിയുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള അടിമത്തത്തിലാണ് കഴിയുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക്. ആത്മീയമായ അടിമത്തങ്ങളിലാണോ? പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥ, ഈശോയേ എന്ന് തുറന്നു വിളിക്കാൻ പറ്റാത്ത അവസ്ഥ, സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ, ലോകത്തിൻ്റെ മുൻപിൽ എന്തുണ്ടെന്ന് തോന്നാം. എന്നാൽ നിരന്തരമുള്ള തടസ്സങ്ങൾ, പ്രാർത്ഥനയുടെ മേല്, കുടുംബ പ്രാർത്ഥനയില്ല, വിശുദ്ധയുടെ മാർഗങ്ങൾ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല. അവിടെ ആത്മീയ മേഖലയിൽ എത്രയോ തരം ബന്ധനങ്ങളാണ്. വൈകാരിക മേഖലയിലുള്ള ബന്ധനങ്ങൾ, എത്രയോ തഴക്കദോഷങ്ങൾക്ക് നമ്മൾ അടിമകളാണ്. തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ അറിവുകൾ, വൈകാരിക മേഖലയിൽ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, എത്രയോ പേരുടെ മനസ്സിൽ വെറുപ്പും പകയും വിദ്വേഷവും. അതുകൊണ്ട് സ്വസ്ഥമായിട്ട്
ഉറങ്ങാൻ പറ്റാത്ത എത്രയോ മക്കളാണ് ഉള്ളത്. മക്കളെ, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ്. ദൈവമക്കളാകാനുള്ള ആ ഒരു പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന സാത്താനുണ്ട്. അവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ തകർച്ചയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം തകരണം, നമ്മുടെ വീട് തകരണം, നമ്മുടെ കുടുംബം തകരണം, നമ്മുടെ സമ്പത്ത് തകരണം. നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാൻ പാടില്ല, നമ്മൾ ദൈവത്തെ വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് സാത്താൻ അതേ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പ്രലോഭനങ്ങളിലൂടെ തുടക്കത്തിലെ തന്നെ പ്രലോഭനങ്ങളെ തടയണം. അവന് നമ്മൾ അവസരം കൊടുത്താൽ, സാത്താൻ അവസരം കൊടുത്താൽ, അവൻ നമ്മുടെ വീട്ടിലെ കിടപ്പാടം കിട്ടിക്കളയും. അവനെ പിന്നീട് പുറത്താക്കുക അത്ര എളുപ്പമല്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചിന്തിക്കണം. വൈകാരിക മേഖലയിൽ ഏതെങ്കിലും തരം ബന്ധനങ്ങളുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവ ബഹിഷ്കരിക്കണം. ഭൗതിക തലത്തിലെ ബന്ധനങ്ങൾ, സമ്പത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, ബന്ധങ്ങളിൽ വന്ന ബന്ധനം, കുടുംബ തകർച്ചകള്, അസ്വസ്ഥതകള്, നിരാശകള്, എന്തുകൊണ്ടായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, നിരന്തരമുള്ള ജോലി തടസ്സങ്ങള്, വിശ്വാസത്തിൽ വന്ന തകർച്ചകള്, എപ്പോഴും ആരോ ഇരുട്ട് ആരോ തങ്ങളെ അനുഗമിക്കുന്ന പോലത്തെ അവസ്ഥ. ഒരു സ്വാതന്ത്ര്യമില്ല, മനസ്സിന് സ്വാതന്ത്ര്യമില്ല, ജീവിതത്തിന് സ്വാതന്ത്ര്യമില്ല, സമ്പത്തിന് സ്വാതന്ത്ര്യമില്ല. മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, അതാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തപ്പോൾ അവളുടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് എന്നും സന്തോഷം അനുഭവിക്കുന്ന ആ ഒരു വലിയ അതിവിശാലമായ ദൈവമകളുടെ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ട മക്കളെ, വി ആർ ഓൾസോ ഓറിയന്റഡ് ടുവേഴ്സ് ആ ജീവിതത്തിലേക്കാണ്. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതം നമുക്ക് വിടുതൽ നൽകും. നമ്മളിലെ നിരാശ, അസ്വസ്ഥത, വെറുപ്പ്, പക, ഈ ലോകം മാത്രമാണ് അവസാനം എന്ന ചിന്തയിലുള്ള ജീവിതം നമ്മളെപ്പോഴും അസ്വസ്ഥതകളിൽ നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് എന്നൊരുവന് പറന്നുയരാൻ സാധിക്കുമോ? അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെങ്കിൽ അത് നൽകാൻ സാധിക്കുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, കർത്താവായ യേശുവിന് മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് യേശുവിൻ്റെ നാമത്താലാണ്. എല്ലാ കെട്ടുകൾ പൊട്ടുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരും കൊണ്ടു ചെല്ലുന്നത് യേശുവിൻ്റെ നാമത്താലാണ്. അതുകൊണ്ടാണ് ഭാരത സഭ പരിശുദ്ധ മറിയത്തെ ഭാരതത്തിൻ്റെ അമ്മയായി, മധ്യസ്ഥയായി തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, ഈ ലോകത്തിലെ സകല സഹനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് യഥാർത്ഥ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ആ ഒരു വലിയ സ്വാതന്ത്ര്യം നമുക്ക് ആഗ്രഹിക്കാം മക്കളെ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഇരുട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവരണം. ദാരിദ്ര്യത്തിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന്, വർഗീയവാദങ്ങളിൽ നിന്ന്, സ്വതന്ത്ര രാജ്യ ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും തോളോട് തോള് ചേർന്ന് ജയ് ഭാരത് മാത എന്ന് പറയണം. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതൃരാജ്യത്തെ സ്നേഹിക്കും, ആ കുടുംബത്തെ സ്നേഹിക്കും. ഈ ഒരു തത്വചിന്ത നാം എന്നും മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാതൃരാജ്യത്തെ സ്നേഹിക്കും, അവൻ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കും. അതാണ് ചാരിറ്റി ഫസ്റ്റ് അറ്റ് ഹോം എന്ന് പറയുന്നത്. നമ്മളുടെ സ്നേഹം ആദ്യം നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ രാജ്യത്തിലാണ്. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാമത്തെ തിരുവചനമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണത്. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് മക്കളെ. തിന്മകളിൽ നിന്ന്, നാരകീയ ശക്തികളിൽ നിന്ന്, അന്ധകാര സേനകളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, അഹന്തയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്നുള്ള ആ വലിയ സ്വാതന്ത്ര്യം ശക്തനായ ദൈവം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പങ്കുചേരാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വേഗം ഇറങ്ങി വരണമേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, തലമുറകളുടെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സർവശക്തനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, ബലവാനായ ദൈവമേ, ഈ ദൈവജനത്തെ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ ലഭിക്കട്ടെ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് ഈശോ അശുദ്ധാത്മാവിനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, മോഹനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനെ പ്രവേശിക്കരുത്. അപ്പോൾ തന്നെ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അശുദ്ധാത്മാവ് പുറത്തു പോയതുപോലെ ഇന്നേ ദിനം ഈ ദൈവമക്കളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവിധ തിന്മകളും, രോഗങ്ങളും, തടസ്സങ്ങളും, ആകുലതകളും, നിരാശകളും, ഭയപ്പാടുകളും, അസ്വസ്ഥതകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ്, വിമോചനം നടക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നാണ് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയം ചിറ്റടി മുണ്ടക്കയം ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും. പ്രിയപ്പെട്ട മക്കളെ, പകൽ കൺവെൻഷനാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാനും ബഹുമാനപ്പെട്ട സാബു അറുതോട്ടിൽ ബ്രദറും കൂടി സംയുക്തമായി നടത്തുന്ന ആ പകൽ കൺവെൻഷനിലേക്ക് കോട്ടയം, മുണ്ടക്കയം ആ ഭാഗങ്ങളിലുള്ള എല്ലാ ദൈവമക്കളെയും ചിറ്റടി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലേക്ക് 28, 29, 30 തീയതികളിൽ, വെള്ളി, ശനി, ഞായർ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാനും. അതുപോലെ തന്നെ സെപ്റ്റംബർ 18 മുതൽ 21 ഉച്ചവരെ താമസിച്ചുള്ള ധ്യാനം കോഴിക്കോട് നവജ്യോതിസ് റിന്യൂവൽ സെന്ററിൽ മുഴുവൻ നേരവും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. കർത്താവായ യേശുവെ എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള അതിശക്തമായ പിശാച് ബഹിഷ്കരണത്തിൻ്റെ താമസിച്ചുള്ള ധ്യാനമാണ്. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവർ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.